ഈ ശരിക്കും ചാടുമ്പോൾ ഉള്ള കൺസേൺസ് എന്തായിരുന്നു ശരിക്കും? ചാടുമ്പോഴുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പല തവണ അപകടം പറ്റിയിട്ടുള്ള ഒരാളായതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഇക്ക തന്നെ ഇവിടെ സൂക്ഷിക്കണോട്ടാ എന്നൊരു 50,000 തവണ പറഞ്ഞിട്ടുണ്ട്. പേടിയാണ്. എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടർക്കും ഇതും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചാടിയാൽ നന്നാവും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അറിയാം. പണ്ട് എനിക്കറിയാവുന്ന കേസാണ്. ഞാൻ ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്ന സിനിമ അഭിനയിക്കുന്ന സമയത്ത് മുക്കം പാലുമല്ലേ നമ്മുടെ ഇരവഴിഞ്ഞി പുഴ, മറ്റേ മൊയ്തീൻ്റെ ആ പുഴയിൽ ആ തൂക്കുപാലത്തിൻ്റെ മേളിൽ കൂടി ഞങ്ങൾ 2 ടീം ഓടി വരുന്നു. ഒരു ടീം അവിടുന്ന് വില്ലന്മാരും ഇവിടുന്ന് ഞങ്ങളുടെ ടീമായിട്ട്. അപ്പോൾ ഞാനൊക്കെ അതിനകത്ത് കളരി വാളും പരിചയമൊക്കെ ആയിട്ട്, അപ്പം നമ്മളുടെ കയ്യിൽ വാളും പരിചയമൊക്കെ ഉണ്ട് ഈ ഓടിയോ. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് ആവേശമാണല്ലോ. ആവേശകുമാർമാരിൽ ഒരാളായിരുന്നു ഞാൻ. ഓടി ഫ്രണ്ടിൽ കയറിയിട്ട് ഇതിങ്ങനെയൊക്കെ നിന്ന് കട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വില്ലന്മാരും വന്നു. ഡയറക്ടർ കട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൈം ഷോട്ടാണ്. ആ വന്ന് നിന്ന് ആരൊക്കെയാണ് എവിടേക്ക് നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ആദർശമായിരുന്നോ ഫ്രണ്ടിൽ? ഓക്കെ ശരി ബാക്കി. ആ ഫ്രണ്ടിലുള്ള ആൾക്കാർ വെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ പറയുന്നത് ഫ്രണ്ടിൽ വന്ന് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് നീന്തലറിയാൻ പാടില്ല, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അത് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ ഷോട്ടിൽ ആ ഫ്രണ്ടിലുള്ളവർ കറക്റ്റ് പാടത്തിൻ്റെ മുകളിൽ തീർത്ത് ചാടണം മറ്റേ വില്ലനെയും കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാൻ ഇവിടെ ഇരുന്ന് നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല അവിടെ തന്നെയാണ്, അന്ന് മോണിറ്ററൊന്നും ഇല്ലല്ലോ. അല്ല അവിടുന്ന്. അപ്പോൾ ദിലീപ് പോയിട്ട് പറഞ്ഞു. ദിലീപ് കരയിൽ നിന്നിട്ടുള്ള സീനാണ്. ദിലീപ് ആനീന് എന്താ കല്യാണ സീൻ. അപ്പോൾ ദിലീപ് ആ ഇതിലില്ല, ഫ്രണ്ടിൽ ഓടി വന്ന് വെട്ടണതിൽ. ദിലീപ് പറഞ്ഞു സാറേ അവന് നീന്തലറിയാൻ പാടില്ല. അപ്പോൾ ഡയറക്ടർ സുനിലാണ്. സുനിൽ പറഞ്ഞു എനിക്കതൊന്നും അറിയാൻ പാടില്ല, എനിക്ക് ഷോട്ടിൽ ആൾ ചാടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആദ്യം തമാശ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ വെറുതെ ചാടല്ല, ഓപ്പോസിറ്റ് വന്ന് ഗുണ്ടയില്ലേ എടുത്തെറിയുന്നത്. അല്ല ഗുണ്ടയും ഞാനും കൂടിയാണ് എടുത്ത് ചാടേണ്ടത്. വിത്ത് മറ്റേ വാളും പരിചയം. അത് മറ്റേ CVN കളരി കോഴിക്കോട് അവിടുന്ന് കൊണ്ടുവന്ന ഒറിജിനൽ സാധനമാണ്. ഡമ്മിയൊന്നുമല്ല, നല്ല വെയിറ്റുള്ള സാധനം, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാണ്ട് ചാടിയില്ലെങ്കിൽ പാക്കപ്പാണ്. ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പോയി. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ചാടാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ പോലെ ചാടാന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്തെന്നറിയോ, ദേഷ്യം ഉണ്ടല്ലോ മനസ്സിൽ. ഈ വാളും പരിചയം ആക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഇടത്തോട്ടാണ് ചാടേണ്ടത്. വലത്തെ അപ്പോൾ മറ്റേ പാലത്രയല്ലേ ഉള്ളൂ ചെറിയ, വലത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. എന്നിട്ട് ഗുണ്ടേനെ പിടിച്ചിട്ട് അണ്ണാ നീന്തൽ തെരിയാത് കാപ്പാത്തുങ്കോ. എന്നെ നീന്തൽ തെരിയാത് കാപ്പാത്തുങ്കോ എടുത്ത് ചാടി. ആ ഓപ്പോസിറ്റിൽ നിന്ന് ആ സഹോദരന് നീന്തലൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ പുള്ളി എന്നെ കൂടി ചാടി അവിടെ താഴെ. അന്ന് ആർട്ടിലെ അബൂക്ക എന്നൊക്കെ പറഞ്ഞ അബൂക്കൊക്കെ അതിൻ്റെ ഇവിടെ പൊന്തക്കാട്ടിലും ആ തൂണിൻ്റെ മറവിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഡ് ചെയ്ത്. എന്നിട്ട് അവരെ കൂടി പൊക്കി കയറ്റി കുറേ വെള്ളം കുടിച്ച് അന്ന്. ആ സീൻ ഒന്നുകൂടെ കാണണം. അന്ന് മറ്റേ മുൻകൂറായിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്നവരുടെ അല്ലെങ്കിൽ ചാടുന്നതൊന്നും അങ്ങനെയല്ല. ആവേശം നമുക്ക് ഭയങ്കരമല്ലേ അഭിനയിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരുടെയും ഓടി വന്നും ക്ലോസ് ആണോ വൈഡാണോ ഇതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ കാണുമെന്ന് പോലും അറിയാൻ പാടില്ല. എല്ലാവരോടും ഓടാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയുടെ മുകളിലേക്ക് ആൾക്കാരുണ്ടല്ലോ ആ സിനിമയ്ക്കകത്ത് മക്കളായിട്ട് തന്നെ. മോനെന്ന് വിളിക്കുമ്പോൾ 15 പേര് വന്നത്, ഏത് മോനാന്ന് അറിയാത്ത കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. അപ്പോൾ ആ ഉള്ളിലെ അന്നത്തെ ഒരു ഒരു സ്റ്റാർട്ടിങ് നടൻ്റെ വിഷമമാണ് ഇന്ന് ഈ ചാടുമ്പം സൂക്ഷിക്കണേ എന്ന് പറയാനുള്ള റീസൺ. സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം നമുക്ക് അറിയാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് തമാശക്ക് പറയും ആ ചാടണം നമുക്ക് ലാസ്റ്റ് എടുക്കാം അല്ലേ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ്. പക്ഷേ കറങ്ങി തിരിഞ്ഞേ തമാശക്ക് ആദ്യം പറഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം സാധനം ജമ്പ് ചെയ്യണത് എടുത്ത് ജമ്പ് ചെയ്യണത് ലാസ്റ്റ് അല്ല അതിന് മുമ്പ് എടുത്ത് ശരിയാ. വെറുതെ അണ്ടർ വാട്ടർ ലാസ്റ്റ് എടുത്ത്. വെള്ളത്തിൽ പോയതിന് ശേഷം ഉള്ള സീക്വൻസ് ഉണ്ട്, അത് ലാസ്റ്റ് എടുത്ത്. എനിക്ക് ഈ സീൻ ഓർമ്മ വരും. മറ്റേ ഹരിഹർ നഗറിൽ ജഗദീഷ് ചേട്ടൻ ഇൻഹരിഹർ നഗർ 3-ക്കകത്ത് ജഗദീഷ് ചേട്ടൻ പാരഡി ചോദിക്കണത് ഞാൻ പ്രയത്തിനെ പിടിക്കുമ്പോൾ നീ എൻ്റെ ഇൻഷുറൻസ് ഒക്കെ അടച്ചായിരുന്നോ എന്ന് ചോദിക്കണ ഓർമ്മ.
ലാസ്റ്റ് വിഷ്ണു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വിഷ്ണുവും ബിബിനും വന്ന തുടക്ക സമയത്ത് തന്നെയാണ് നിങ്ങൾ ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത്. ഇപ്പം വെടിക്കെട്ട് വരുന്ന ഒരു സമ്മിശ്ര അഭിപ്രായത്തിലാണ് വെടിക്കെട്ട് സിനിമ പോകുന്നത്. ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണമെന്ന് ഇപ്പം തോന്നുന്നുണ്ടായിരുന്നു? അന്നേരം ഡയറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു? അങ്ങനെയില്ല, അതിപ്പോൾ എന്തായാലും സംഭവിച്ചത് നല്ലതിന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അതെ. ഇപ്പം ലൈഫിൽ വേറെ ഒരു റിഗ്രറ്റ് കൊണ്ട് നടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യോളാം, അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് ഒന്നും ഒരു കാര്യത്തിനും കൊണ്ട് നടക്കാത്ത വ്യക്തിയാണ്. അല്ല, അത് നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നാൽ തന്നെ ഞാനതിനപ്പം തന്നെ തിരിച്ചാണ് കാണുള്ളൂ. അത് നടന്നത് ആക്ച്വലി നല്ലതിനാണ്. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ പിന്നീട് എനിക്ക് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ചില എന്താ ദാസേട്ടൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇവിടെ കൊച്ചിയിൽ നിന്ന് ലേറ്റായിട്ട് എവിടെയോ റെക്കോർഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ടുമ്പ് ഫ്ലൈറ്റ് മിസ്സായി. എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടത്. അന്ന് കൊച്ചിയിൽ നിന്ന് നമ്മുടെ നേവൽ ബേസിൻ്റെ സൈഡിൽ നിന്ന് അവിടെ നിന്നായിരുന്നു എയർപോർട്ട്, പഴയ എയർപോർട്ട്. ആ ഫ്ലൈറ്റ് മിസ്സായി. ആ ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിട്ട് റാണിചന്ദ്ര ഒക്കെ ആക്സിഡൻ്റായ ഫ്ലൈറ്റ്. അതിൽ ദാസേട്ടൻ 10 മിനിറ്റ് എല്ലാം നല്ലതിന് എന്നുള്ളത്. ഈ നമ്മളിതിൻ്റെ ഒരു ടീസർ വരുന്ന അല്ലെങ്കിൽ ട്രെയിലർ വന്ന സമയത്ത് അന്നേരം ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ എന്താ ജോമു എന്ന് പറഞ്ഞ സാധനം വയ്ക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ബസ്സിൻ്റെ ഒരു ടീസർ വരുന്നു. അപ്പം ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ ആണ്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് മറ്റൊരു സൈഡ് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ലാസ്റ്റ് ബസ്സിൽ നമുക്കത് കൃത്യമായിട്ട് കണ്ടാൽ രണ്ടാമത് ഡബ് ചെയ്ത് വന്ന ഒരു ടീസറാണത്. അപ്പം ബസ്സിലൊരു ഇഷ്യൂ നടക്കുന്നു, ഒരു ദീപക് എന്ന് പറയുന്നൊരു ആത്മഹത്യ ചെയ്യുന്നു. അത് പോസിറ്റീവായിട്ടാണ് എങ്കിൽ പോലും അതിനെ ഒരു പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഒരു അതിലൊരു പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തല്ലോ. കാരണം നമുക്ക് അതിനോടുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള അതിന് ഓപ്പോസിറ്റ് നിന്ന് അതിന് കാരണക്കാരായ ആൾക്കാർ നമ്മൾ അവരോട് പറയുന്ന സാധനമല്ലേ അതിൽ പറഞ്ഞത്. അല്ലാണ്ട് അതിൽ ഒരെണ്ണത്തിന് വിശ്വസിക്കരുത്, ഒറ്റ പെണ്ണ് അതല്ലേ പറഞ്ഞ് നിർത്തുന്ന ക്ലൈമാക്സ്. അതിലല്ലേ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറയുന്നതും അത് നമ്മളുടെ പ്രതിഷേധം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉള്ളത് മറ്റു രീതിയിൽ നമ്മളുടെ സിനിമയുടെ രീതിയിൽ നമ്മൾ പറയാതെ പറഞ്ഞു എന്ന് പറയുന്ന സാധനമുള്ളൂ. നമ്മൾ പ്രതികരിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്തോരം ട്രോളുകൾ ഇറങ്ങുന്നു. അതെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ട്രോളിൻ്റെ പഴയ വെർഷനാണ് പാരഡി. അതിൻ്റെ കുലപതിയായിട്ടുള്ള ആളാണ് ആവശ്യിക്കുക. അല്ല, ഞാൻ പറയണത് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇപ്പം അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഡീപ്പായിട്ട് ആ പോയ മനുഷ്യനോടുള്ള വിഷമം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ദീപകിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം മറ്റവർ ചെയ്തത് തികച്ചും തെറ്റാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം ഇങ്ങനെ ആക്കി.